Now we are going to discuss about the Indian money market. Earlier we discussed about what is money market, what are the various money market instruments. Now we will go to the money market which is functioning in India. See, the Indian money market is a monetary system which facilitate the borrowing and lending of short-term funds in India. Though it is not a developed money market, but Indian money market is considered as a leading money market among the developing countries because it is the Reserve Bank of India which plays a major role in regulating this Indian money market. And the Reserve Bank of India is considered as a watchdog for the which looked after the operations of the money market in India. It influenced the Reserve Bank of India influence the liquidity and liquidity of the financial system, and the Reserve Bank of India implement its monetary policies with the help of this money market. See, ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ മണി മാർക്കറ്റ് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് അല്ല ആക്ച്വലി. ബട്ട് വെൻ വി കമ്പയർ വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ലീഡിംഗ് മണി മാർക്കറ്റ്. ബിക്കോസ് ലീഡിംഗ് മണി മാർക്കറ്റ് ആകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർവെൻഷനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ലിക്വിഡിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനും അവരുടെ മോണിറ്ററി പോളിസികളൊക്കെയും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ മണി മാർക്കറ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയ ഒരു മണി മാർക്കറ്റാണ് വെൻ വി കമ്പയർഡ് വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. See, we can divide the Indian money market into two segments. One is organized segment and another one is unorganized segment. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് ഇസ് എ വൺ വിച്ച് വർക്ക്സ് അണ്ടർ ദ സ്ട്രിക്ട് കൺട്രോൾ ആൻഡ് റെഗുലേഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെബിയുടെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സ്ട്രിക്ട് റെഗുലേഷനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അനദർ സെഗ്മെന്റ് കോൾഡ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അവിടെ വരുന്നത് ഇൻഡിജിനസ് മണി ലെൻഡേഴ്സും നോർമൽ മണി ലെൻഡേഴ്സും വില്ലേജ് മണി ലെൻഡേഴ്സും ഒക്കെയാണ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനകത്ത് വരുന്നത്. ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനെ ഹെഡ് എന്ന് തന്നെ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ എല്ലാ കൺട്രോളുകളും ദ കൺട്രോൾ വിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ഓൾമോസ്റ്റ് എവരി സെഗ്മെന്റ്സ് ഓഫ് ദിസ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. And the major players of this organized money market, that's government, central bank, Reserve Bank of India, ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോർപ്പറേറ്റ് ഹൗസുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം എന്താണ് ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ്. അതേസമയം അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുമ്പം ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റുകൾക്ക് പലപ്പോഴും ആളുകളുടെ ഫിനാൻഷ്യൽ നീഡ്സിനെ പലപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോഴും അവർക്ക് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ പലപ്പോഴും ബെനിഫിഷ്യറി ആയിട്ടുള്ളത് ലാർജ് സ്കെയിലുള്ള ആളുകളും ഹൈലി ഇൻകം ബേസ്ഡുള്ള ആളുകളും ഒക്കെ ആയിരിക്കും. അതേസമയം ഏറ്റവും നീഡി ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും എന്താ പറയുക നോർമലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് അത്രത്തോളം അപ്രോച്ചബിൾ ആയിരിക്കത്തില്ല. ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഇൻ്റലിജൻസ് മണി ലെൻഡേഴ്സും അല്ലേ, ചെറിയ എന്താ പറയുക ബ്ലേഡുകാരും ചെറിയ ഫിനാൻസേഴ്സും ഒക്കെ കടന്നു വരുന്നത്. കാരണം ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് നിറയ്ക്കുന്നതിന് വേണ്ടി അൺഓർഗനൈസ്ഡ് മാർക്കറ്റുകൾ കടന്നു വരുന്നത്. അപ്പം ഇങ്ങനെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, ദിവസം അനുസരിച്ച് ബ്ലേഡുകാരുണ്ട്, അല്ലെങ്കിൽ ദിവസച്ചിട്ടിയുണ്ട് അല്ലേ. ഇതൊക്കെ എന്താ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റാണോ? അല്ല, അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ വേണമെങ്കിൽ സമീപിക്കത്തില്ലേ. പക്ഷെ അവരെന്താ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒന്നും കൺട്രോളിൽ പെടുന്ന ആളുകളല്ല ഈ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. When we look into the structure of Indian money market, the Indian money market is divided into two. The one is organized money market and another one is unorganized money market. ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനകത്ത് ഹെഡ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതിൻ്റെ അടിയിൽ വരുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, പിന്നെ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ. നിങ്ങൾ നേരത്തെ അറിയാം, ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നബാർഡ്, സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, എക്സിം ബാങ്ക്, IDBI, ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ വരുന്നതാണ്. അതിനൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതിനൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇവരെല്ലാം ഏതിൻ്റെ ഭാഗത്ത് വരുന്നതാണ്? ഈ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൽ വരുന്നതാണ്.
But when we look into the unorganized money market, it consists of indigenous ബാങ്കുകൾ, money lenders, traders, chit funds, നിധി ഫണ്ട്സ്, ഇതൊക്കെ ഏതാണ്? അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റിൻ ഭാഗത്ത് വരുന്നതാണ്. So this is a structure of Indian money market. ഞാൻ നേരത്തെ പറഞ്ഞത്, when you look upon the Indian money market is not at all a developed money market. But when we compare with other developing countries, it is considered as a developed money market. So when we look into the characteristics, the first one is the Indian money market. In Indian money market, there is a simultaneous existence of both organized and unorganized. See, Indian money market ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഒരേ സമയം തന്നെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്, അതിനപ്പുറം തന്നെ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഉണ്ട്. രണ്ടും ഒരുപോലെ എക്സിസ്റ്റിംഗ് ആണ്, ഈക്വൽ എക്സിസ്റ്റൻസ് ആണ്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് സീസണാലിറ്റി. നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത നമുക്കറിയാം. ഇറ്റ് ഈസ് വൺ വിച്ച് അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു. അപ്പോൾ എപ്പോഴും സീസണൽ നേച്ചറായിരിക്കും നമുക്ക് ഫണ്ട് ആവശ്യം. അപ്പോൾ സീസണൽ നേച്ചർ, ചില സീസണിൽ ഇന്ത്യൻ മണി മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യും, ചില സീസണിൽ അത് ഡള്ളായിരിക്കും. അപ്പോൾ സീസണൽ നേച്ചർ ഇന്ത്യൻ മണി മാർക്കറ്റിനുണ്ട്. മൂന്നാമത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ പറഞ്ഞു, ഒരുപോലെ ഓർഗനൈസ്ഡ് മണി മാർക്കറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും ഇവിടെ ഒരുപോലെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടിടത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഒരേ മണി മാർക്കറ്റിൽ തന്നെ രണ്ട് ഇൻട്രസ്റ്റുകളുണ്ട്. ലാസ്റ്റ് വൺ, ദർ ഇസ് എ ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ്. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് കൊമേഴ്ഷ്യൽ ബില്ലുകൾ. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഇന്ത്യൻ മണി മാർക്കറ്റ് അത്ര സ്ട്രോങ് അല്ല. The next one is absence of integration. I have already told that there is an organized and unorganized segment. But Reserve Bank of India എപ്പോഴും ഓർഗനൈസ്ഡ് മണി മാർക്കറ്റിനെ നോക്കുന്നത്, അൺഓർഗനൈസ്ഡിലേക്ക് അവരത്രയും ക്ലോസ് ആയിട്ട് സ്ക്രൂട്ടിനൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോർഡിനേഷൻ ബുദ്ധിമുട്ട് വരും. ഓർഗനൈസ്ഡ് മാർക്കറ്റ് സെഗ്മെൻറ്റും അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റും തമ്മിലൊരു കോർഡിനേഷനിൽ വ്യത്യാസമുണ്ട്. The next one is limited instrument. നമ്മൾ നേരത്തെ we have discussed about various money market instruments. Okay, so ഇത് പോരാ. ആക്ച്വലി ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ആവശ്യം അനുസരിച്ച് അത്രയും പോരാ, അതിലും കൂടുതൽ ഇൻസ്ട്രുമെൻറ്റുകൾ വേണം. See, what are the various instruments? ഏതൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്? We discussed earlier. That is, one is commercial paper, certificate of deposit, then call money market, treasury T-bills, then repurchase agreements. These are all components of Indian money market or instruments in Indian money market. So these are about the few characteristics of Indian money market. The one is the simultaneous existence of organized and unorganized money market. Second one is seasonality. The third one is multiplicity of interest rate, lack of organized bill market, absence of integration, and limited instruments. See, next we will discuss about the weakness of money market. Indian money market in the weakness. ഞാൻ നേരത്തെ പറഞ്ഞു, it is not at all a developed money market. So then we will look about what are the weakness of Indian money market. The first one is Indian money market is an undeveloped market. When we compare the Indian money market with other money market, that may be in London, New York money market, we can simply say that Indian money market is not at all a developed money market. Because ലണ്ടൻ മണി മാർക്കറ്റിലും ന്യൂയോർക്ക് മണി മാർക്കറ്റിലൊക്കെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിൻ്റെ ഫ്ലോയിൽ അല്ലെങ്കിൽ സബ് മാർക്കറ്റുകളുടെ ഇൻറ്റിഗ്രേഷന്, സ്പെഷ്യലൈസേഷനൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ത്യൻ മണി മാർക്കറ്റ് ഒട്ടും ഡെവലപ്ഡ് അല്ല. രണ്ടാമത്, ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു സെക്കൻഡറി മാർക്കറ്റുകളില്ല. നമുക്കറിയാം, പല മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ട്രഷറി ബില്ലുകളുണ്ട്, കൊമേഴ്ഷ്യൽ ബില്ലുകളുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റുകളുണ്ട്. പക്ഷേ ഇവിടെ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സിന് ഒരു ആക്റ്റീവായിട്ടുള്ള സെക്കൻഡറി മാർക്കറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് നോട്ട് എറ്റ് ഉള്ള ഡെവലപ്ഡ് മണി മാർക്കറ്റ്. സെക്കൻഡ് വൺ, ദർ ഈസ് നോ ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ്. തേർഡ് വൺ, ഐ ഹാവ് ഡിസ്കസ് ഓൾറെഡി, സീസണാലിറ്റി. നമ്മളൊരു അഗ്രേറിയൻ എക്കണോമി ആകുമ്പോഴത്തേക്ക് ചില സീസണിൽ മാത്രമായിരിക്കും മണി മാർക്കറ്റിന് ഫ്ലറിഷ് ആയി വരുന്നത്, ചില സീസണിൽ അത് ഡള്ളായിരിക്കും. സോ ഇത് ഇസ് സീസണാലിറ്റി പ്രോബ്ലം. ദി തേർഡ് വൺ ഈസ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഈസ് എപ്പോൾ ഒരു മണി മാർക്കറ്റ് സ്ട്രോങ് ആവണമെങ്കിൽ അവിടെ എപ്പോഴും ഫോറിൻ മണി കടന്നു വരണം, ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇന്ത്യൻ മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫോറിൻ പ്ലേയേഴ്സ് വളരെ കുറവാണ്. അത് കാരണം ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ, ഫോറിൻ മണി മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചുകളൊക്കെ വന്ന് സ്ട്രോങ് ആവും. പക്ഷേ ഇവിടെ ഫോറിൻ ഇൻ്റർവെൻഷൻ ഇന്ത്യൻ മണി മാർക്കറ്റ് ആസ് കമ്പയർഡ് ടു അതർ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ഇസ് ലോ, ഇസ് പുവർ.
The last one we can discuss say that the weakness of Indian money market is lack of integration between organized and unorganized money market. Organized ഉണ്ട്, അൺഓർഗനൈസ്ഡും ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻ്റഗ്രേഷൻ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മൾട്ടിപ്ലിസിറ്റി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെയും കടന്നു വരുന്നുണ്ട്. So normally these are the weakness of Indian money market. The one is it is not at all a developed money market. There is no an active secondary market, seasonality, no foreign players, and lack of integration between organized and unorganized money market. Next, we will look into what are the difference between capital market and money market. Capital market ഉം money market തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? The first one is money market. നമുക്ക് ആദ്യം തന്നെ അറിയാം ബേസിക് ഡിഫറൻസ്. മണി മാർക്കറ്റ് is a market for short term fund, whereas capital market is a market for long term fund. Secondly, മണി മാർക്കറ്റിൽ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം. വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഡീൽസ് വിത്ത് മണി മാർക്കറ്റ്? ഏതൊക്കെയാണ്? കൊമേഴ്ഷ്യൽ പേപ്പറുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റുകൾ, ട്രഷറി ബില്ലൊക്കെയാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഷെയറുകൾ, ഡിബഞ്ചറുകൾ ഒക്കെ ആയിരിക്കും. ദിസ് ഇസ് എ സെക്കൻഡ് ഡിഫറൻസ്. സോ തേർഡ് ഡിഫറൻസ്, വെൻ വി ലുക്ക് അപ്പോൺ ദി റെഗുലേറ്റേഴ്സ്, മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മിനിസ്ട്രി ഓഫ് ഫൈനാൻസും ഒക്കെ ആയിരിക്കും. നെക്സ്റ്റ് ഡിഫറൻസ്, മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകളും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ ലുക്ക് അപ്പോട്ട് ദ സേഫ്റ്റി, നിങ്ങൾക്ക് തന്നെ അറിയാം സേഫ് എവിടെ എപ്പോഴും എന്തായിരിക്കും? മണി മാർക്കറ്റ് ആയിരിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ് ആസ് കമ്പയർഡ് ടു മണി മാർക്കറ്റ്. ഇനി ലിക്വിഡിറ്റി വരുമ്പോഴും എവിടെ ആയിരിക്കും ലിക്വിഡ്? മണി മാർക്കറ്റ് ആയിരിക്കും ലിക്വിഡ്. ലിക്വിഡിറ്റി മീൻസ് ക്യാഷായിട്ട് വേഗം കൺവേർട്ട് ചെയ്യാൻ പറ്റുക. മണി മാർക്കറ്റ് ആയിരിക്കും ലിക്വിഡ്. ക്യാപിറ്റൽ മാർക്കറ്റ് എത്രത്തോളം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ആയിരിക്കത്തില്ല. സെക്കൻഡറി മാർക്കറ്റിൻ്റെ കേസ് ആകുമ്പോൾ ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദാറ്റ് മണി മാർക്കറ്റ് ഒരു ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഇല്ല. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. So the first one is money market is a market for short term fund, whereas capital market is a market for long term fund. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഉണ്ട്. ഏതൊക്കെയാണ്? കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, റീപർച്ചേസ് എഗ്രിമെൻറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഷെയറുകൾ, ഡിബഞ്ചറുകൾ എക്സെട്ര. മണി മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത് സെബിയും ഫിനാൻസ് മിനിസ്ട്രിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമാണ്. The institution which deals with the money market is Reserve Bank of India, financial institution, etc. Whereas in the capital market, it is mutual fund, investment companies, in financial institutions, etc. In money market, when we consider what is safety, money market is highly safety, whereas capital market is not at all safe. The money market is highly liquidity, whereas capital market is not so liquid. And in money market there is no active secondary market, but in capital market we have a very active secondary market. Next one is speculation. ചിന്തിക്കുമ്പം എപ്പോഴും സ്പെക്കുലേഷൻ നടക്കുന്നത് കൂടുതൽ ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും, മണി മാർക്കറ്റിലായിരിക്കും. ഊഹക്കച്ചവടം നടക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും. ആൻഡ് ഞാൻ വേറൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് മണി മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. അവരൊരു ട്രേഡിംഗ് സ്പെഷ്യൽ പ്ലേസ് ഇല്ല. ട്രേഡ് നടക്കുന്ന എന്തും മണി മാർക്കറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, അവിടെ നമുക്ക് പറയാൻ പറ്റും ഇത് ജോഗ്രഫിക്ക് ഇതിനൊരു സ്ഥലമുണ്ട്, ഒരു ഫോർമൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പം ട്രേഡിംഗ് പ്ലേസ് ഉണ്ട് എവിടെ? ക്യാപിറ്റൽ മാർക്കറ്റിൽ. പക്ഷേ ട്രേഡിംഗ് പ്ലേസിന് ഒരു ജോഗ്രഫിക്കൽ സ്പെഷ്യൽ പ്ലേസ് ആയിട്ട് നമുക്ക് മണി മാർക്കറ്റിന് ഇന്ന സ്ഥലത്ത് മണി മാർക്കറ്റ് ഓപ്പറേഷൻ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഫണ്ടിൻ്റെ നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മണി മാർക്കറ്റ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ ആയിരിക്കും. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റ് സപ്ലൈ ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ ആയിരിക്കും അവർ കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്.